Hi friends, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ച കൂന്തൽ മസാലയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ട് ഫിഷ് മാർക്കറ്റിൽ നിന്ന് കൂന്തൽ വാങ്ങിച്ചിട്ട് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കളറായി വരുമ്പോഴത്തേക്കിനും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 1 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള എല്ലാം നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കിനും തക്കാളിയും ചേർക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നോളും. ഇടയ്ക്ക് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും കുറച്ച് പുളിയുടെ കുറവുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് മൂടി വെച്ചൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ കൂന്തലിൻ്റെയൊക്കെ വേവ് എന്ന് പറയുന്നത് ഒരു 3 മിനിറ്റേ ഉള്ളൂ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. നമ്മുടെ കൂന്തൽ ഇവിടെ 3/4 വേവായി വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താണ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഈ വെള്ളം എല്ലാം നല്ല കുറുക്കിയെടുക്കാം. നമ്മുടെ ഗ്രേവി എല്ലാം കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വറുത്തരച്ച കൂന്തൽ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.